നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഒരു വിഭാഗം സ്വകാര്യ ബസ് ഉടമകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ സൂചനാ പണിമുടക്ക് ഇടുക്കി ജില്ലയിൽ പൂർണ്ണം. പ്രൈവറ്റ് ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. KSRTC അധിക സർവീസുകൾ നടത്തി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 23ാമത് ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് തൊടുപുഴയിൽ തുടക്കമായി. സമ്മേളനം K. സമ്പത്ത് MP ഉദ്ഘാടനം ചെയ്തു. SYS ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SYS മിഷൻ 2014 ജില്ലാതല പ്രഖ്യാപനം തൊടുപുഴയിൽ നടന്നു. മന്ത്രി PJ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ജേക്കബ് മഞ്ഞള്ളൂർ മണ്ഡലം കൺവെൻഷൻ നടന്നു. സമ്മേളനം കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ബൈക്കിൽ അജ്ഞാത വാഹനമിടിച്ച് മരണമടഞ്ഞ യുവാവിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഉടുമ്പന്നൂർ പരിയാരം കാരകുന്നേൽ രാജന്റെ മകൻ രാകേഷാണ് അജ്ഞാത വാഹനമിടിച്ച് മരിച്ചത്. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഒരു വിഭാഗം സ്വകാര്യ ബസ് ഉടമകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ സൂചനാ പണിമുടക്ക് ഇടുക്കി ജില്ലയിൽ പൂർണ്ണം. പ്രൈവറ്റ് ബസ്സുകളൊന്നും നിരത്തിലിറങ്ങിയില്ല. എന്നാൽ KSRTC അധിക സർവീസ് നടത്തി. പ്രവർത്തന ചെലവിന് ആനുപാതികമായി ബസ് നിരക്ക് വർദ്ധിപ്പിക്കുക, മിനിമം നിരക്ക് 8 രൂപയായും കിലോമീറ്ററിന് 65 പൈസയായും വർദ്ധിപ്പിക്കുക, ബസ്സുകളുടെ ഡീസലിന് നികുതി ഒഴിവാക്കുക, വിദ്യാർത്ഥികളുടെ യാത്രാ സൗജന്യം നിർത്തലാക്കുക, സ്പീഡ് ഗവർണർ സംവിധാനം പുനഃപരിശോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തിയത്. എന്താണ് അതിന്റെ ആവശ്യം? ചർച്ച ചെയ്തല്ലോ. അവര് വന്ന സംഘടനകളായിട്ട് എല്ലാം ചർച്ച ചെയ്തു. പിന്നെന്താ? ഒരിക്കലും നീങ്ങാൻ കഴിയില്ല, അവർക്ക് നീങ്ങൂല്ല. നീങ്ങിയ നടപടി കൈക്കൊള്ളും. കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ ആ കാര്യം കൈകാര്യം ചെയ്യും. പക്ഷെ എന്താണ്, ഞാൻ അവരോട് ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ? ഇന്നിപ്പോ അവർ നടത്തല്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാൽ ഒരേ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ ബസ് ഉടമ സംഘടനകൾ വ്യത്യസ്ത ദിവസങ്ങളിൽ സമരം നടത്തുന്നത് യാത്രക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ ശനിയാഴ്ച സൂചനാ പണിമുടക്കും 20 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുവാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഈ സമരവുമായി സഹകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ബസ് ഓപ്പറേറ്റേഴ്സ് കോഓർഡിനേഷൻ കമ്മിറ്റി 20-നാണ് സമരം നടത്തുന്നത്. സമരങ്ങളിലൊന്നും പങ്കെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച സംഘടനകളുമുണ്ട്. പണിമുടക്കിനെ നേരിടാൻ KSRTC സർവീസുകൾ വർദ്ധിപ്പിച്ചിരുന്നു. സ്കൂളുകളോ ഓഫീസുകളോ പ്രവർത്തിക്കാത്ത 2ാം ശനിയാഴ്ചയിൽ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചത് വെറും വ്യക്തി താൽപര്യം കൊണ്ടാണെന്നും അത് ബുദ്ധിപൂർവമായ തീരുമാനമല്ലെന്നും കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടിയാലുടൻ ബസ്സുകൂലി വർധനാ പ്രശ്നം പരിഹരിക്കാമെന്ന് ഗതാഗത മന്ത്രി ഉറപ്പ് നൽകിയതിനാലാണ് സൂചനാ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. റിപ്പോർട്ടിനു വേണ്ടി ഒരാഴ്ച കൂടി ക്ഷമിക്കുമെന്നും അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ 20-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നതിനായി പെരുമ്പള്ളിച്ചിറ അല്ലസർ കോളേജിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ വിദ്യാർത്ഥികൾ മിന്നും താരങ്ങളായി. ചോദ്യങ്ങൾ ചുഴറ്റിയെറിഞ്ഞ വിദ്യാർത്ഥികളുടെ മുന്നിൽ നേതാക്കൾ പതറി. വിദ്യാർത്ഥികളുടെ കുറുക്കുകൊള്ളുന്ന ചോദ്യങ്ങൾക്കു മുമ്പിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ നേതാക്കളും പരിസ്ഥിതി സംരക്ഷകരും കൊമ്പുകോർത്തതോടെ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേലുള്ള സംവാദം ചൂടേറിയ വാഗ്വാദത്തിന് വഴിമാറി. പെരുമ്പള്ളിച്ചിറ അല്ലസർ കോളേജിൽ മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് സംഘടിപ്പിച്ച സംവാദമാണ് ഗവൺമെന്റ് ചീഫ് PC ജോർജ്, ഗാഡ്ഗിൽ കമ്മിറ്റി അംഗം ഡോക്ടർ VS വിജയൻ, DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, CPM ജില്ലാ സെക്രട്ടറി MM മണി എന്നിവരുടെ ശക്തമായ നിലപാടുകളിലൂടെ വേറിട്ട അനുഭവമായത്. പലപ്പോഴും കുട്ടികളുടെ ചോദ്യത്തിനു മുന്നിൽ നിന്ന് ചർച്ച നടത്തുന്നവർ മുടന്തൻ ന്യായങ്ങൾ നിരത്തി തലയൂരിയത് നിറഞ്ഞ സദസ്സിനെ ചിരിയിലാഴ്ത്തി. സംവാദത്തിൽ ജില്ല നേരിടുന്ന പ്രധാന വിഷയങ്ങളായ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട്, പട്ടയ പ്രശ്നം, ഭൂമി കയ്യേറ്റം എന്നിവയെല്ലാം ചൂടേറിയ ചർച്ചയായി. ചീഫ് PC ജോർജും ഗാഡ്ഗിൽ കമ്മിറ്റി അംഗം VS വിജയനും തമ്മിലുള്ള വാഗ്വാദം പലപ്പോഴും അതിരുകടക്കുമോ എന്ന ആശങ്ക വരിപ്പടർത്തി. എത്ര കോടി രൂപ വാങ്ങിയിട്ടുണ്ട്? ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ
എത്ര കോടി രൂപ വാങ്ങിയിട്ടുണ്ട്? അതിന്റെ തെളിവ് ചർച്ചയിൽ ഞാൻ ഹാജരാക്കാം. ഇതിന് ഡിഫമേഷൻ കേസ് കൊടുക്കാൻ സാറിന് ഞാൻ കോർട്ടിൽ കയറ്റും. കേസ് കൊടുക്കാം, ഞാൻ കോടതി വന്ന് നേരിട്ടോളാം. റോയ് കെ പൗലോസും എം മണിയും തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ഊന്നിയാണ് ചർച്ച സജീവമാക്കിയത്. പരിസ്ഥിതി സംരക്ഷകർ പണം കൈപ്പറ്റിയെന്ന PC ജോർജിന്റെ ആരോപണമാണ് ഏറെ ചൂടേറിയ ചർച്ചയ്ക്ക് ഇടയാക്കിയത്. തെളിയിക്കാൻ പറ്റാത്ത ആരോപണം ആർക്കും ഉന്നയിക്കാനാകുമെന്ന മറുപടിയിലൂടെയാണ് വിജയൻ മാഷ് അതിനെ നേരിട്ടത്. വേണമെങ്കിൽ KM മാണിക്കെതിരെ തനിക്ക് അഴിമതി ആരോപണം ഉന്നയിക്കാം, എന്നാൽ തന്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 3 മണിക്കൂർ നീണ്ട സംവാദത്തിൽ ആദ്യം സംസാരിച്ചത് PC ജോർജ് ആയിരുന്നു. BBC ന്യൂസ് തൊടുപുഴ. തൊടുപുഴ അല്ലസർ കോളേജിൽ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച് നടന്ന സംവാദത്തിനിടെ BA 2ാം വർഷ ഇംഗ്ലീഷ് സാഹിത്യ വിദ്യാർത്ഥിനി അശ്വതി ഗവൺമെന്റ് ചീഫ് PC ജോർജിനോട് പൂഞ്ഞാർ മണ്ഡലവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചത് സദസ്സിന് കൗതുകമുണർത്തി. പൂഞ്ഞാറിലും ഈരാറ്റുപേട്ടയിലുമാണ് ഏറ്റവും കൂടുതൽ പാറമടയെന്നതും ഇതിന് തടയിടാത്തത് എന്താണെന്നും സർക്കാർ ചീഫ് വിപ്പ് PC ജോർജിന് മുന്നിൽ ചോദ്യവുമായി വിദ്യാർത്ഥിനിയെത്തി. പെരുമ്പിളിച്ചിറ അല്ലസർ കോളേജിൽ മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേൽ നടന്ന സംവാദത്തിലാണ് 2ാം വർഷ ലിറ്ററേച്ചർ വിദ്യാർത്ഥിനി അശ്വതി V നായർ ചോദ്യം ഉയർത്തിയത്. ആദ്യം ഒന്ന് പകച്ചെങ്കിലും സ്വതസിദ്ധമായ ശൈലിയിൽ PC മറുപടി നൽകി. ഏറ്റവും കൂടുതൽ മണൽവാരലും പാറഖനനവും നടക്കുന്നത് അങ്ങയുടെ നിയോജക മണ്ഡലമായ പൂഞ്ഞാറിലും ഈരാറ്റുപേട്ടയിലുമാണ്. എന്റെ ഈ കൊച്ചു പൊന്നുമോക്ക് എന്ത് പറ്റി? ഞാൻ ചോദിച്ചു കഴിയട്ടെ. കുട്ടിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും തന്റെ മണ്ഡലത്തിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇതിൽ തൃപ്തി വരാത്ത അശ്വതി വീണ്ടും എഴുന്നേറ്റു. ഇതോടെ വിദ്യാർത്ഥിനിയെ സ്റ്റേജിലേക്ക് വിളിച്ചു. ഇക്കാര്യത്തിൽ വീണ്ടും വിശദീകരണം നൽകി. എന്നാൽ തന്റെ നിലപാടിൽ അശ്വതി ഉറച്ചുനിന്നു. ഒടുവിൽ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങൾ വിശദമാക്കി തന്റെ നിലപാട് വ്യക്തമാക്കിയാണ് PC ജോർജ് അശ്വതിയെ മടക്കിയത്. BBC ന്യൂസ് തൊടുപുഴ. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക, ജനകീയ പോരാട്ടങ്ങൾക്ക് ശക്തി പകരുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 23ാമത് ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് തൊടുപുഴയിൽ തുടക്കമായി. തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ KSTA ജില്ലാ പ്രസിഡന്റ് EJ രാജൻ അധ്യക്ഷത വഹിച്ചു. K സമ്പത്ത് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 12 പ്രവൃത്തി ദിവസങ്ങളിലായി 31 ഔദ്യോഗിക ബില്ലുകൾ നിയമമാക്കേണ്ടത്. അതിൽ തന്നെ 3 വെള്ളിയാഴ്ചകൾ സ്വകാര്യ ബില്ലുകളും സ്വകാര്യ പ്രമേയങ്ങളും 12 ദിവസത്തിൽ 3 ദിവസം പോയാൽ പിന്നെ ബാക്കി വരുന്നത്. ആ 9 ദിവസത്തിൽ തന്നെ ആദ്യത്തെ ദിവസം വിശേഷരീരായ മുൻ പാർലമെന്റ് അംഗങ്ങൾക്ക് ആദരാഞ്ജലി, ഒപ്പം നെൽസൺ മണ്ടേലയുടെ മരണാചരണം, അനുശോചനം, അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് 8 ദിവസം. ചുരുക്കത്തിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രത്യേകം ചെയ്യാവുന്ന നടക്കണം എന്ന് കേന്ദ്ര സർക്കാരിന് തന്നെ ആഗ്രഹമില്ലായിരുന്നു എന്നത് നമുക്കെല്ലാം ബോധ്യപ്പെടും. ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ വിചിത്രമായ ഒരു കാര്യം നടക്കുകയാണ്. രാജ്യത്ത് അധികാരത്തിലുള്ള ഒരു മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾ തന്നെ അതേ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ഇപ്പോഴാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. അധികാരത്തിലുള്ള മുന്നണിയുടെ നേതൃത്വത്തിൽ ഏത് പാർട്ടിയോ ആവട്ടെ, ആ പാർട്ടിയിലെ പാർലമെന്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ഗവൺമെന്റിനെതിരായി അവിശ്വാസ പ്രമേയത്തിന്റെ നോട്ടീസ് നൽകുക. അപ്പൊ ആ നോട്ടീസ് ലോക്സഭയിലെ 50 അംഗങ്ങൾ ഒപ്പുവെച്ചാൽ മാത്രമാണ് സ്പീക്കർക്ക് പരിഗണനയ്ക്ക് എടുക്കാൻ കഴിയുക. അങ്ങനെ പരിഗണനയ്ക്ക് എടുക്കണമെങ്കിൽ സഭയിൽ വേറെ ബഹളമൊന്നും ഉണ്ടാകാൻ പാടില്ല. സ്വാഗത സംഘം വൈസ് ചെയർമാൻ VV മത്തായി, FSCTO ജില്ലാ സെക്രട്ടറി S സുനിൽകുമാർ, TD ജോസ്, MM സീനത്ത് BV തുടങ്ങിയവർ പ്രസംഗിച്ചു. കുടയത്തൂർ ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി നടത്തുന്ന ഹൃദ്യ എന്ന പ്രോജക്റ്റിന് തുടക്കമായി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഹൃദ്യം എന്ന പേരിൽ ആയുർവേദ ചികിത്സാ വിഭാഗവുമായി ചേർന്ന് കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് രൂപം നൽകിയിട്ടുള്ള ജീവിതശൈലി രോഗ പ്രതിരോധ ചികിത്സാ പ്രവർത്തനങ്ങളുടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം എന്നതിനുമപ്പുറം
ഏറെ ദീർഘവീക്ഷണത്തോടുകൂടി ആ പരിപാടി ആവിഷ്കരിക്കാൻ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിയെയാണ് ഞാൻ അനുമോദിക്കുന്നത്. ഞാൻ ഏത് പഞ്ചായത്ത് ഭരണസമിതി എടുത്താലും അവിടെ വന്നുകൂടുന്ന ആളുകളെല്ലാം അന്വേഷിക്കുക, ഞങ്ങൾക്ക് റോഡുണ്ടോ, കുളമുണ്ടോ, വീടുണ്ടോ, കക്കൂസുണ്ടോ, പശു കിട്ടുമോ, തൊഴുത്ത് കിട്ടുമോ, ആട് കിട്ടുമോ, കോഴി കിട്ടുമോ എന്നാണ് പഞ്ചായത്തിലെ മെമ്പർമാരെ കണ്ടാൽ എല്ലാവരുടെയും അന്വേഷണം. ഒരാളും ഞങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ, ഞങ്ങളുടെ ആശുപത്രിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സഹായങ്ങൾ ഞങ്ങൾക്ക് നൽകുമോ എന്ന ചോദ്യം ഒരു ഗ്രാമസഭകളിലും ഒരു സമ്മതിദായകരുടെയും നാവിൽ നിന്നും ഇന്ന് വരെ കേൾക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ ആ തിരിച്ചറിവ് കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധവും ചികിത്സയും എന്ന വിഷയത്തിൽ തൃപ്പൂണിത്തറ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി കായ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ കെ മുരളി പ്രഭാഷണം നടത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ വിജയൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ വിജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റോജി ഫ്രാൻസിസ്, സിനി സെബാസ്റ്റ്യൻ, മിനി ആന്റണി, തങ്കമ്മ കൃഷ്ണൻ, VC ബൈജു, മിനി ബിന്ദു, ഡോക്ടർ പി മിനി, ജനമൈത്രി സബ് ഇൻസ്പെക്ടർ TK രാജൻ, MD ഹരിബാബു, കാസിം റാവുത്തർ, മെഡിക്കൽ ഓഫീസർ ജിൽസൺ V ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസാദ് രാമകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അന്യായമായി തൂക്കിലേറ്റപ്പെട്ട ബംഗ്ലാദേശ് രക്തസാക്ഷി അബ്ദുൾ ഖാദർ മുല്ലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സോളിഡാരിറ്റി തൊടുപുഴ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മങ്ങാട്ടുകവലയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ഹാളിന് മുന്നിൽ സമാപിച്ചു. SIO സംസ്ഥാന സെക്രട്ടറി KS നിസാർ, വെൽഫെയർ പാർട്ടി തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് സുബൈർ ഹമീദ്, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടറി PP കുഞ്ഞു മുഹമ്മദ്, സോളിഡാരിറ്റി ജില്ലാ സെക്രട്ടറി VH അബ്ബാസ്, LK റഹീം, അമീൻ റിയാസ്, TH ഇസ്മായിൽ, PH അർഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇസ്ലാമിക നേതാക്കൾ മാറിയിരിക്കുന്നു എന്ന ഒരു ദാരുണമായ അവസ്ഥ ഇന്ന് ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്ര ഭീകരമായ അക്രമങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടോ അതിന് പുറകിലൊക്കെ തന്നെയും ഇത്തരം താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എവിടെയെല്ലാമാണ് അമേരിക്കയും സയനിസ്റ്റുകളും ബോംബ് വർഷം നടത്തി പാവങ്ങളെ കൊല ചെയ്യുവാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ അവിടെയെല്ലാ സന്ദർഭങ്ങളെല്ലാം തന്നെയും അവരുടെ അധികാരത്തിന് ചില ഇളക്കങ്ങൾ തട്ടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേറൊന്നുമല്ല, ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഒരു പെൺ ഭരണാധികാരി അവിടെ സ്വേച്ഛാധിപത്യപരമായ നിലപാടുകൾ സ്വീകരിച്ചിട്ട് അവിടെ ഉണ്ടായ മുമ്പ് പാകിസ്ഥാനെതിരെ യുദ്ധം നടന്നപ്പോൾ ആ പാകിസ്ഥാൻ സൈന്യത്തെ സഹായിച്ചു എന്ന ഒരു കുറ്റകരമായ ഒരു കുറ്റം ചുമത്തിക്കൊണ്ട് തികച്ചും വസ്തുതാവിരുദ്ധമായ കുറ്റം ആരോപിച്ചുകൊണ്ട് അവിടുത്തെ ഓരോ നേതാക്കളെ തുറന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും SYS ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SYS മിഷൻ 2014 ജില്ലാതല പ്രഖ്യാപനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന പരിപാടി മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മാറ്റങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളത് യുവജനങ്ങളാണ്. ആ യുവജനങ്ങളിൽ മാറ്റമുണ്ടായാൽ സമൂഹത്തിന് പുരോഗതി ഉണ്ടാവുകയും ഇവിടെ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. അഭിമന്യ കാന്തപുരം ഉസ്താദുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. വർഷങ്ങളായി ഒട്ടേറെ നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മഹത്വമാണ്. അപ്പൊ നമുക്കറിയാം സമൂഹത്തിലെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്, കുടുംബ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും ശാന്തിയും സമാധാനവും വേണം. സമൂഹത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം, ഒരു സൽഗുണം, കാരുണ്യമാണ്. മറ്റുള്ളവരോടുള്ള ദീനാനുകമ്പയാണ്. സമസൃഷ്ടങ്ങളോടുള്ള ഈ കാരുണ്യം ഇന്ന് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അക്രമവും മയക്കുമരുന്നും മദ്യപാനം